ഹലോ, ഗീതാ സോഷ്യൽസിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ ഈ വണ്ടിയിലെ സുന്ദരിമാരെ കണ്ടോ? സുന്ദരിമാരാണെന്ന് പറഞ്ഞാൽ കുറച്ച് 5-6 സുന്ദരിമാരിലുണ്ട്. അപ്പം ഞാൻ ഇതിന് മുമ്പ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഷോർട്സിൽ കണ്ടിട്ട് ഇന്നലെ ഒരാൾ ശശികലേച്ചിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സുന്ദരിമാരെയൊക്കെ എടുക്കാൻ വേണ്ടി രാവിലെ പോയിട്ടോ. അപ്പോൾ ശശികലേച്ചി ഇവിടെ ഇന്ന് കുറച്ച് പേർക്ക് കൊടുക്കാനുണ്ട്, 10-14 പേർക്ക് ഇന്നും കൊടുക്കാനുണ്ട്. ആ ചെടികളൊക്കെ ഇവിടെ മുറ്റത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് എടുത്താൽ മതി. മറ്റേ നമ്മൾ വാട്സപ്പിൽ നോക്കി വേണമല്ലോ എല്ലാ ചെടികളും തിരഞ്ഞൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പിന്നെ ചെടികൾ ആദ്യം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എടുത്തു വെച്ചാൽ ഇനിയും 2 ആളെ കിട്ടാനുണ്ട് കേട്ടോ. അവർ പൈസയൊക്കെ തന്നിട്ടാണ്. ഈ വെറുതെ ഒരുപാട് മെസ്സേജ് വരുന്നത് കാരണം കുറേ മെസ്സേജ് താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് അവർ 2 പേരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പം അവരിത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ ഹായ് വിടണം. അത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നത് ഇതുപോലെയൊക്കെയുള്ള സുന്ദരികളെ കേട്ടോ. അപ്പം ഇതുപോലെയൊക്കെയുള്ള സുന്ദരികളെ വേണ്ടവർ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക. വെറുതെ അതിൻ്റെ വില ഇതിൻ്റെ വിലയൊക്കെ ചോദിച്ച അവസാനം പിന്നെ ഒരു മറുപടിയും പിന്നെ ഒരു അനക്കം ഉണ്ടാവില്ല. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. കാരണം ഇത്രയും കണ്ടിലതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഓർഡർ വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെറുതെയും പിന്നെയും വിലയൊക്കെ ചോദിച്ച് GPay നമ്പർ വരെ ചോദിച്ചിട്ട് പിന്നെ ഒരനക്കം ഉണ്ടാവില്ല. ചിലപ്പം അന്നേരം പൈസ ഇല്ലാഞ്ഞിട്ടൊക്കെ ആയിരിക്കും. എന്നാലും എന്നാൽ വേണ്ടാന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അത് കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ ഒക്കെ പറഞ്ഞിട്ട് വേണ്ടാന്ന് പറയുമ്പോൾ നമുക്കത് ഇത് ഡിലീറ്റ് ആക്കുകയും ചെയ്യാമല്ലോ. അപ്പം ആവശ്യക്കാരതും ആവശ്യമില്ലാത്തതൊക്കെ അങ്ങനെ വാട്സപ്പിൽ മെസ്സേജുകൾ കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. അപ്പോൾ നമ്മളെ സുന്ദരിമാരൊക്കെ പോവുക കേട്ടോ. ഏകദേശം കുറേ ചെടികളൊക്കെ ഇവിടുന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കിക്കേ, നമ്മൾ ഈ അലൊക്കേഷൻ ഒരു 3-4 സെറ്റാണ് കൊണ്ടുവന്ന്. ഒരു സെറ്റ് മിക്കവാറും അത് അവർക്ക് പോകും, ബാക്കി 3 ഉണ്ടാവും. വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളുക. കാരണം നല്ല വലിയ പ്ലാന്റുമാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ദിവസം ഞങ്ങളിത് കട്ട് ചെയ്ത് പുതിയത് വെക്കുന്ന കണ്ടില്ലായിരുന്നു. അതിൽ പെട്ട ചെടികളാണ്. ആ ഫിലോഡോണ്ടൊക്കെ നല്ല അടിപൊളി പ്ലാന്റ് ആട്ടോ. അപ്പം അതിനൊക്കെ നമുക്ക് പുതിയ നിറച്ചൊന്ന് അതിങ്ങനെ പൊന്തിയാണ് വരിക. നമ്മൾ കട്ട് ചെയ്ത് ഒന്ന് സെറ്റാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ വട്ടത്തിലൊക്കെ. കാരണം കുഞ്ഞി ഇല ആയതുകൊണ്ട് അതിനിങ്ങനെ കുറച്ചൊക്കെ നമുക്ക് വട്ടം തന്നെ വെക്കാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇങ്ങനത്തെ തന്നെ ഫുൾ പോട്ടാട്ടോ നമ്മൾ ഈ ഒരു അഗ്ലോണിമ സുന്ദരി. അപ്പോൾ ഇവിടുന്ന് 100 രൂപൻ്റെ ചെടി മാത്രമേ കുറച്ച് ചെറിയ ചെടികൾ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ചെടികളൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള ചെടികളായിരിക്കും. ഇത് ശശികലേച്ചിനോട് ചേച്ചിക്ക് ഇഷ്ടമുള്ള ചെടികൾ വെച്ചോന്ന് പറഞ്ഞിട്ട് ഒരു കസ്റ്റമർ ഓർഡർ തന്നാട്ടോ. അപ്പോൾ ചേച്ചിക്ക് ഇഷ്ടമുള്ള കുറച്ച് നല്ല പ്ലാന്റ്സ് ഇതാണ് വെക്കുന്നത്. ഇതിൻ്റെ നമ്മൾ കട്ട് ചെയ്തൊരു ഭാഗം ഉണ്ടല്ലോ, ഇത് അത്യാവശ്യം ഭയങ്കര വലുപ്പാട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സുന്ദരി അപ്പം ചേച്ചിക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് വെച്ചോന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചിക്ക് ഇഷ്ടമുള്ള കുറച്ച് പ്ലാന്റുകൾ എടുക്കുകയും ചെയ്ത്. നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് കോഴിക്കോട് തിരുവമ്പാടി തമ്പലമണ്ണയിൽ അത്തിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വിളിച്ചിട്ട് വരണമെന്ന് മാത്രം. അല്ലാത്തവർക്കൊക്കെ കൊറിയർ ചെയ്ത് തരുന്നതാണ്. DTDCയും പ്രൊഫഷണലും പോസ്റ്റിലൊക്കെ ആയിട്ട്. അപ്പം പിൻകോഡൊക്കെ കറക്റ്റ് തന്നെ അയച്ചു തരണം കേട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ ചെറിയ ഓരോ വ്യത്യാസങ്ങളായിട്ട് പിന്നെ മാറ്റാനും അങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചാൽ കിട്ടലുണ്ടാവില്ല. ചിലപ്പം ജോലിക്കൊക്കെ പോകുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ടൊക്കെ നോക്കിക്കേ. അതുപോലെ നമ്മളെ ഈ പിങ്ക് ലക്സ് ഞാൻ എപ്പോഴും പറയുന്നതാണ്, വെയിലിനനുസരിച്ച് അതിൻ്റെ ഇലയ്ക്കൊക്കെ കളർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു പോട്ടിൽ തന്നെ എടുക്കുന്നതായിരിക്കും. ചെറിയ കളറിന് ചിലപ്പോൾ റോസ് കൂടിയത്, ചിലപ്പം ചുവപ്പ് കൂടിയതൊക്കെ ആയിരിക്കും. പക്ഷേ ചിലതിൽ കൂടുതലും പച്ചയായിരിക്കും. ചുവപ്പോ റോസൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ വെയിൽ കുറച്ച് അതിനധികം കിട്ടണം, എന്നാലേ ആ ഒരു നല്ല കളറ് വരുള്ളൂ. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള സുന്ദരിമാരെ വേണ്ടവർ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ വരുന്ന മെസ്സേജൊക്കെ ഒരുപാട് താഴോട്ട് വെറുതെ അയക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് താഴോട്ട് അയപ്പോവും. കാരണം വേണ്ടാന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് എല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് ടോട്ടൽ എത്ര DTC ചാർജ് എത്രയാണ് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു മറുപടി ഇല്ല. അപ്പോൾ നമുക്ക് അറിയില്ല വേണോ വേണ്ടെന്നൊന്നും അറിയില്ലോ. അപ്പം അതുകൊണ്ട് അഥവാ ഇനി പലർക്കും പല ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ചിലപ്പം എല്ലാവരുടെയും കൂട്ടി കഴിയുമ്പോൾ പൈസ അത്ര ഇല്ല എന്നൊക്കെ ആയിരിക്കും. എന്നാലും വേണ്ടാന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. നമ്മളിതിപ്പോൾ ഓർഡർ അവരെടുക്കുമെന്ന് ചോദിച്ചിട്ട് വേറെ ആൾക്ക് കൊടുക്കുകയില്ല. ഇത്ര എണ്ണം ടോട്ടലും കാര്യമൊക്കെ ചോദിച്ചതല്ലേ. അപ്പം അതുകൊണ്ടാണ് താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക എന്ന് പറയുന്നത്. ഈ സുന്ദരികളൊക്കെ ഇത് ഇങ്ങനെ തന്നെ മുഴുവൻ ആർക്കായിട്ട് എന്തൊക്കെ ഇന്നലത്തെയൊക്കെ വീഡിയോയിൽ കണ്ടിട്ടില്ലായിരുന്നു. 100 രൂപേൻ്റെ പ്ലാന്റുകളായിരുന്നു. ഇത് അന്നേരം ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഒരു ഷൂട്ടേ കൊടുക്കുന്നുള്ളൂ എന്നുള്ളത്. ഇതവർക്ക് ഒരു ഷൂട്ടാണ്.
നമ്മളിപ്പം 100 രൂപേൻ്റെയൊക്കെ ഫുള്ളെന്നല്ല പറയുക, ചിലപ്പം കുറച്ച് ബുഷിയായിട്ട് നിൽക്കുന്ന ചെടിയൊക്കെ ആണെങ്കിൽ ആ ഒരു ചെടിയായിരിക്കും കൊടുക്കുക. ഇതൊക്കെ ഇങ്ങനെ തന്നെ കേട്ടോ, അതൊന്നും വേറെ ആക്കുന്നില്ല. ചില ചെടികൾ അതിൻ്റെ സൈഡിലൊക്കെ ഉള്ളത് ഓരോ ഇലയൊക്കെ ആയിട്ട് നിൽക്കുന്നതൊക്കെ ആണെങ്കിൽ അത് എടുക്കില്ല, അതിൽ ബുഷിയായിട്ട് നിൽക്കുന്നത് മാത്രമേ എടുക്കുള്ളൂ. നോക്കിക്കേ ഈ സുന്ദരികളൊക്കെ. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള സുന്ദരികളെ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളുക. ഇതൊക്കെ ഒരുപാട് ഇവിടുന്ന് കൊടുത്തു പോയതായിരുന്നു കേട്ടോ. ഇതിപ്പോൾ തോന്നുന്ന ലാസ്റ്റത്തെ പീസാണ്. നല്ല ഇതിൻ്റെ ഇലേൻ്റെ ഒരു ഷേപ്പ് നോക്കിയേ, അതിൻ്റെ അത് 100 രൂപേൻ്റെ കേട്ടോ. അതിൻ്റെ ഒരു കുഞ്ഞ് പീസ് കൂടി ഉണ്ട്. അപ്പോൾ ഇതാ ഈ പിങ്ക് ലേഴ്സ് ചെയ്ത് നോക്കിയാൽ നല്ല പ്ലാന്റ് അല്ലേ. അപ്പോൾ ഞങ്ങളിതാ അതിൽ നിന്ന് അത് കുറച്ചധികം ഉണ്ടത് അവർക്ക് ഒന്നും മതി കേട്ടോ. 100 രൂപേൻ്റെ ചിലത് വലിയ പ്ലാന്റൊക്കെ ആകുമ്പോൾ 150 ഒക്കെ ഉണ്ട് കേട്ടോ. 150ൻ്റെ ചെടിയും കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടില്ലേ. അപ്പം അതിനനുസരിച്ച് ചെടികൾക്ക് വ്യത്യാസം ഉണ്ടാവും. കുറച്ച് വലിയ പ്ലാന്റ് ആകുമ്പോൾ 150, പിന്നെ അതിൻ്റെയൊക്കെ ആകുമ്പോൾ 200 ഉണ്ടാവും. 100ൻ്റെ ആകുമ്പം ഒരു കാണിക്കുന്ന ഈ സൈസ്. ഇതൊന്നും സീഡ്ലിങ്സ് അല്ല, ഇവിടുന്ന് വാങ്ങണവർക്ക് അറിയാം. എന്നാലും പലരുടെയും പരാതി തീരൂല. പിന്നെ ഇതിലൊരു ചെടി ഞങ്ങൾ മാറ്റുന്നുണ്ട്. അത് അവരോട് ചോദിച്ചിട്ട് അവർക്ക് 2 പിങ്ക് ലേഴ്സി വേണമെന്നുള്ളത് ചോദിച്ചിട്ട് അയക്കുള്ളൂ. കാരണം ഇതിലൊരു ചെടി കൂടെ ഉണ്ടായിരുന്നു, അത് ഓർഡർ എടുത്തപ്പോൾ അതിന് ചെറിയൊരു കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അത് അവരോട് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ അവർക്ക് 2 പിങ്ക് ലേഴ്സിയും അതിൻ്റെ കൂടെ വേറൊരു പ്ലാന്റുമാണ് കൊടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ അത് ഞങ്ങളിനി പാക്ക് ചെയ്യുന്നതിന് മുന്നേ അവരോട് ചോദിച്ചിട്ട് വേണം. നോക്കിയേ ഈ സുന്ദരിമാരെയൊക്കെ ആണല്ലേ. ഇതൊക്കെ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ കുഞ്ഞിതുണ്ട്, അതിനൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല. പിന്നെ ഇതാ നമ്മൾ ഈ ഒരു സുന്ദരി അല്ലേ, നല്ല അടിപൊളി പ്ലാന്റുകളാട്ടോ. പിന്നെ ഇതാ ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇത് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ചെറിയത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ കലാത്തിയ. 150 സുന്ദരികളൊക്കെ തീർന്നിട്ട് ഏകദേശം. പിന്നെ ഇതാ അവിടെയൊക്കെ ചെറുതായിട്ട് തെന്നലും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല മഴ അവിടെയൊക്കെ എല്ലാ നാട്ടിലും ഉണ്ടോ? ഇവിടെ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചോർന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ ലക്സബൊക്കെ തീർന്നിട്ടോ. ഇനി ഗ്രീൻ ലക്സബ് കുറച്ചേ ഉള്ളൂ, ബാക്കിയൊക്കെ തീർന്നു. ഇതൊക്കെ അതാ ഇന്നലത്തെ വീഡിയോയിലില്ല കേട്ടോ. ഇത് സത്യത്തിൽ വീഡിയോ എടുത്തപ്പോൾ ഞാൻ തന്നെ ഇതിൽ വ്യത്യാസം കാണാത്തൊരു ചെടി ഉണ്ടായിരുന്നു, കാണിച്ചുതരാം. ഇന്നലത്തേൽ ഇതാ ഒരു 8 പീസോ 7 പീസോ ഇട്ടാണ് തോന്നുന്നു അവരെടുത്തത്. അപ്പോൾ അതിൽ നമ്മളൊരു കലാത്തി ഉണ്ട് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ 2 കലാത്തി ഒന്നേപോലെ ആയിരുന്നു തോന്നിയത്, പക്ഷേ 2 ഒന്നല്ല. ഈ ഒരു സുന്ദരി ഇത് കണ്ടില്ല, ഇത് ഒന്നിൻ്റെ അടിയിൽ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് വരും, മറ്റേതിൻ്റെ അടിയിൽ ബ്രൗൺ ഷെയ്ഡ് ഇല്ലാത്ത കേട്ടോ. അപ്പോൾ ശശിയിൽ ചെടുത്തപ്പം തന്നെ ഞാൻ വെച്ച് 2 എണ്ണം ഒന്നാണ് അവർ വാങ്ങിയെന്നുള്ളൊരു ഇതിൽ നിന്ന്. അപ്പോഴാണ് പറഞ്ഞത് 1 ഷെയ്ഡുള്ളതും 1 ഈ ഷെയ്ഡ് ഇല്ലാത്തത് കേട്ടോ. വേണ്ടേ, നല്ല അടിപൊളി പ്ലാന്റുകളാണ്. അതൊക്കെ പെട്ടെന്ന് അങ്ങനത്തെ കലാത്തിയൊക്കെ വേഗം പുതിയ ഷൂട്ടാവും. ചട്ടി നിറയെ നന്നോണം ആവുകയും ചെയ്യും. പിന്നെ ഇതാ നമ്മൾ ഈ ഒരു സുന്ദരി, ഇതൊക്കെ നോക്കി നല്ല ഭംഗി. ഇതിനൊക്കെ മണ്ണും മണലും ചാണപ്പൊടിയും കരിയില മാത്രം ഇട്ടാൽ മതി കേട്ടോ. വേറൊരു രാസവളം ഇടണ്ട. എപ്പോഴും മണ്ണ് നല്ല ലൂസായിരിക്കണം. ടൈറ്റ് ആകുമ്പോഴാണ് ഇവർക്ക് വേരൊക്കെ. മണ്ണ് ശരിക്കും പറഞ്ഞാൽ മണലാണ് കൂടുതൽ എടുക്കേണ്ടത്, മണ്ണ് ഒരുപാട് എടുക്കണ്ട, എന്നാലേ നല്ല ലൂസായി നിൽക്കുള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ ഈ ഒരു സുന്ദരിയും പൂവായിട്ടൊന്ന്. അപ്പോൾ ഇവിടെ ഉള്ളതിൽ ഈ നമ്മൾ അലോക്കേഷൻ, ഇത് ലാസ്റ്റ് അലോക്കേഷനാണ്. ഇനിയിപ്പോൾ ഇന്ന് വന്ന കുറച്ച് അലോക്കേഷനുകളുണ്ട്. അപ്പം ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോളാം. അതിൽ ഈ 3 സെറ്റാണ്. സിംഗിൾ വേണ്ടവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ. നല്ല വലിയ പ്ലാന്റാണ്. ഇത് നോക്കിക്കേ, ഇതിൻ്റെയൊക്കെ ഡിസൈൻ, അതിൻ്റെ ആ കളറും നോക്കിക്കേ എന്ത് ഭംഗിയാണ്. പിന്നെയാണ് ഇതാ കണ്ടല്ലേ, ഇതൊക്കെ ഇതൊന്നേ ഉള്ളൂ കേട്ടോ. ഇതാ ഒരു സെറ്റ് അവർക്ക്. അതിൻ്റെ സൈഡും ഒരു കുഞ്ഞി ചെടിയുണ്ട്, അത് മിക്കവാറും ഓർഡർ ആയിന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതാ നോക്കിക്കേ, അടിപൊളി പ്ലാന്റ് അല്ലേ. ഇതൊക്കെ നല്ല ഹൈറ്റും ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റുകൾ വേണ്ടവർ പെട്ടെന്ന് പറഞ്ഞോളാം. ഇതിനി ആകെ 3 സെറ്റ് 4 സെറ്റാണ് ഞാൻ ഇന്നിപ്പോൾ കൊണ്ടുവന്നത്. അപ്പം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ കമൻറ്റ് കൂടി പറയുക. ചെടി വാങ്ങിക്കാനുള്ളൊരു വാട്സപ്പ് കൂടി തന്നെ പറയുക. അപ്പോൾ അതന്ന് ശശികലേച്ചിന് കേട്ടോ ചെടികളൊക്കെ കൊണ്ടുവരുന്നത്. ഇതാ നോക്കിക്കേ, ഇതിലൊക്കെ കുഞ്ഞ് ഇഷ്ടംപോലെ ഷൂട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ബാക്കി ഇനി ചട്ടിയിലൊക്കെ ആക്കാനുണ്ട്. അതിനേതായാലും വൈകുന്നേരമൊക്കെ ആക്കുള്ളൂ. ഇപ്പം തന്നെ കുറച്ച് ലേറ്റായി. എന്തായാലും എല്ലാവരും വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്ത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.